വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എല്ലാ പ്രേക്ഷകർക്കും ചോദ്യോത്തരത്തിലേക്ക് സ്വാഗതം. ഇന്നും വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തന്നെയാണ്. സക്കാത്താണ് ഇന്നത്തെ വിഷയം. സക്കാത്ത് ഇസ്ലാമിൽ എത്ര പ്രാധാന്യമുണ്ട്, അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തോരം പ്രാധാന്യം അർഹിക്കുന്നു, അതാണ് ചോദ്യം. സക്കാത്ത് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തെ കർമ്മമാണ്. 1 ഷഹാദത്ത്, 2 നമസ്കാരം, 3 സക്കാത്ത്, 4 നോമ്പ്, 5 ഹജ്ജ്. ഇങ്ങനെയാണല്ലോ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്ന കർമ്മപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങൾ. അപ്പം അതിൽ നമസ്കാരം കഴിഞ്ഞാൽ സക്കാത്താണ്. അപ്പോൾ ആ നിലയ്ക്ക് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണത്. നമസ്കാരം നമുക്ക് ആത്മീയമായ അനുഭൂതി നൽകുന്ന ഒരു അനുഷ്ഠാനമാണെങ്കിൽ സക്കാത്ത് എന്നത് നമ്മുടെ സഹജീവികളുമായി ബന്ധപ്പെട്ട ജീവിത പ്രശ്ന പരിഹാരത്തിനുള്ള മാർഗമാണ്. ഇസ്ലാം നമുക്കറിയാവുന്ന പോലെ അതൊരു പ്രകൃതി ജീവിത വ്യവസ്ഥയാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ആത്മീയവും അതേപോലെ തന്നെ ഭൗതികവുമായ പ്രശ്നങ്ങൾക്ക് ഇസ്ലാം പരിഹാരം കൽപ്പിക്കുന്നുണ്ട്. കേവലം ഒരു സന്യാസത്തിൻ്റെ നിലയിലേക്ക് പോയി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുക എന്ന ആത്മീയത അല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ജീവിതശൈലിയാണ് ഇസ്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമസ്കാരത്തോട് ചേർത്തുകൊണ്ട് ഖുർആനിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ സക്കാത്ത് പറയുന്നുണ്ട്. അഖീമുസ്സല, നിങ്ങൾ നമസ്കാരം നിലനിർത്തുവിൻ, വ ആത്തു സക്ക, സക്കാത്ത് നൽകുവിൻ. ആ നിലക്ക് ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഒരു മാതൃകാ സമൂഹം ഉണ്ടല്ലോ, ആ സമൂഹത്തെ രൂപപ്പെടുത്തുമ്പോൾ അതിൻ്റെ സാമ്പത്തിക ക്രമത്തിൻ്റെ അടിത്തറയായിട്ട് സക്കാത്ത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് സക്കാത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. പക്ഷേ പൊതുസമൂഹം പൊതുവെ ആർക്കെങ്കിലും എന്തെങ്കിലും നാണയത്തുട്ടുകൾ എടുത്തു കൊടുക്കുമ്പോൾ അതാണ് സക്കാത്ത് എന്ന് കരുതി പോകുന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, ഒരു യാചകം വരുമ്പോൾ അയാൾക്ക് വല്ലതും കൊടുക്കുക, അപ്പോൾ അതാണ് സക്കാത്ത് എന്ന് കരുതുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതല്ല സക്കാത്ത്. സതെ, സക്കാത്ത് ശരിക്കും നമ്മളെ ജീവിതത്തിൽ അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആരാണ് സക്കാത്ത് കൊടുക്കാൻ അർഹൻ, ആർക്കാണ് കൊടുക്കേണ്ടത്? സക്കാത്ത് കൊടുക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ആരെങ്കിലും അർഹതപ്പെട്ട ആൾക്കാണോ ആദ്യം കൊടുക്കേണ്ടത്, അതിനുശേഷമാണോ പുറത്ത് കൊടുക്കേണ്ടത്? പിന്നെ അടുത്തത് സക്കാത്ത് കൊടുക്കേണ്ട മാനദണ്ഡങ്ങൾ, അതായത് നമ്മളത് നിശ്ചിത സംഖ്യ ഉണ്ടായാൽ എത്ര രൂപ സക്കാത്ത് കൊടുക്കണം. ഈ സ്വർണം വീട്ടിലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കടവുള്ള ആൾ, ഒരുപാട് സ്വത്തിൻ്റെ ഉടമയാണ്, പക്ഷേ കടവുണ്ട്, അപ്പോൾ അദ്ദേഹം സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? സ്വർണ്ണമൊക്കെ ബാങ്കിലാണ്, ബാങ്കിൽ വെക്കാൻ പാടില്ല, എന്നാലും ബാങ്കിലാണുള്ളത്, അപ്പം സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറക്കിയ പൈസ ഉണ്ടാകാം, അതിന് സക്കാത്ത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടി ഒരു മറുപടി എനിക്ക് തരണം. ഇത് വളരെ വിശദമായ ചർച്ച അർഹിക്കുന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് എല്ലാം കൂടി പറഞ്ഞാലും പെട്ടെന്ന് തീരില്ല, അങ്ങനൊരു വിഷയമുണ്ട്. എന്നാലും കുറേശ്ശെ ചില കാര്യങ്ങൾക്ക് മാത്രം മറുപടി പറയാൻ ശ്രമിക്കാം. സക്കാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അത് ഒന്ന് വളർച്ച എന്നാണ്. ആ വാക്കിൻ്റെ അറബി പദത്തിൻ്റെ അർത്ഥം തന്നെ വളർച്ച എന്നാണ്. എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരർത്ഥം സംസ്കരണം എന്നാണ്. ഒരാളുടെ സക്കാത്ത് നൽകുന്ന ആളുടെ മാനസികമായ സംസ്കരണം സക്കാത്ത് നൽകുന്നതിലൂടെ സംഭവിക്കും. അതെങ്ങനെയാണ്? സമ്പത്ത് എൻ്റേതല്ല, മറിച്ച് സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ്. അത് വലിയൊരു ചിന്താഗതിയാണത്. സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ്, അപ്പോൾ ഞാൻ ആരാണ്? ഞാൻ അതിൻ്റെ കൈവശാവകാശി മാത്രമാണ്. ഈ ഒരു ചിന്ത ഒരാളിൽ ഉണ്ടെങ്കിൽ സമ്പത്ത് അയാളെ അഹങ്കാരിയോ പൊങ്ങച്ചക്കാരനോ ആക്കുകയില്ല. കാരണം മറ്റൊരാളുടെ കാശ് കയ്യിൽ വെക്കുന്ന ആൾക്ക് അഹങ്കരിക്കാൻ അർഹതയില്ലല്ലോ. അപ്പോൾ സമ്പത്തിൻ്റെ ഉടമ അള്ളാഹുവാണ്, ഞാൻ കൈവശാവകാശി മാത്രമാണ്. ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന കാഴ്ചപ്പാട്. അപ്പോൾ ഞാൻ കൈവശാവകാശി ആണെങ്കിൽ അതിൻ്റെ ഉടമ പറയുമ്പോൾ ഞാൻ അത് കൊടുക്കേണ്ട ആൾക്ക് കൊടുക്കണം, അല്ലേ? ഉടമ പറയാണ് നീ ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഞാനത് കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഞാനല്ലല്ലോ ഉടമ, ഞാൻ കൈവശാവകാശിയാണ്. ഇപ്പോൾ നമ്മുടെ ബാങ്ക് സിസ്റ്റം പോലെയാണത്. നമ്മൾ ബാങ്കിൽ 1,00,000 രൂപ നിക്ഷേപിക്കുന്നു, എന്നിട്ട്
പിന്നെ ഒരാൾക്ക് 10,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് അത് കൊടുത്തേ തീരും. നിയമപരമായിട്ട് ബാങ്കിൻ്റെ ഡ്യൂട്ടിയാണത്. അതേപോലെയാണ് അള്ളാഹു നമ്മുടെ കയ്യിൽ സമ്പത്ത് ഏൽപ്പിച്ചു, എന്നിട്ട് പറയാണ് 2.5% ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളത് കൊടുത്തേ പറ്റുള്ളൂ. ഇതാണ് സക്കാത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ക്രമം, ആ നൽകേണ്ട രീതി അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ ചൈതന്യം അതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ്? എല്ലാവരും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? എല്ലാവർക്കും കൊടുക്കാൻ കഴിയുമോ? അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, ഒരാളുടെ കൈവശം 10.5 പവൻ സ്വർണത്തിന് തുല്യമായ സംഖ്യ ഉണ്ടാവുക. 10.5 പവൻ സ്വർണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഏതാണ്ട് 2.5 ലക്ഷം രൂപ ഉണ്ടാവും. അത്രയും തുക അയാളുടെ നിത്യ ചെലവുകൾ കഴിച്ച് മിച്ചം വരണം. അതും ഒരു വർഷം തികയുമ്പോൾ ഒരു 10.5 പവൻ സ്വർണത്തിൻ്റെ മൂല്യത്തിന് തുല്യമായ സംഖ്യ ഒരാളുടെ കയ്യിൽ മിച്ചം വരികയാണെങ്കിൽ അതിനാണ് അയാൾ സക്കാത്ത് കൊടുക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു ക്രമം. ഇനി അങ്ങനെയല്ല, അതിൻ്റെ അളവ് അത്ര ഇല്ല, അത് വെള്ളിയുടെ കണക്കനുസരിച്ചാണ് സ്വീകരിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന വീക്ഷണങ്ങൾ വേറെയുണ്ട്. സാധാരണ നമ്മുടെ സമൂഹത്തിൽ സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രീതി ഇതാണ്. ഇത്രയും തുക ഒരാളുടെ കൈവശം മിച്ചം വരുമ്പോൾ അതിൻ്റെ 2.5%, ക്യാഷ് ആണെങ്കിൽ അതിൻ്റെ 2.5% അയാൾ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ വിതരണക്രമം എങ്ങനെയാണെന്നുള്ളത് വേറൊരു വിഷയമാണ്. അപ്പോൾ എത്ര രൂപ ഉണ്ടാവും? ഏതാണ്ട് ഒരു ലക്ഷത്തിന് 2,500 രൂപ എന്ന് പറയുമ്പോൾ 2.5 ലക്ഷത്തിന് 6,250 രൂപ ഉണ്ടാവും, അല്ലേ? 6,250 രൂപ ഉണ്ടാവും. ഇത്രയും തുക അതിൻ്റെ അവകാശിക്ക് അയാൾ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ആരാണ് അവകാശി? ഖുറാനിൽ സൂറത്ത് തൗബയിൽ 60-ാമത്തെ ആയത്തിൽ കുറേ അവകാശികൾ പറയുന്നുണ്ട്. 8 വിഭാഗം അവകാശികൾ. അതിൽ ദരിദ്രനുണ്ട്, അഗതിയുണ്ട്, അതുപോലെ ഈ സക്കാത്തിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, അവരുണ്ട്, പിന്നെ കടബാധിതനുണ്ട്, അടിമത്തം അനുഭവിക്കുന്ന ആൾ, അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് സക്കാത്തിൻ്റെ ഫണ്ട് ഉപയോഗിക്കാം. അതുപോലെ ദൈവമാർഗത്തിൽ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ വഴിയാധാരമായ മനുഷ്യരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ 8 വിഭാഗം ആളുകളെയാണ് എണ്ണി പറയുന്നത്. കടബാധിതരായ ആളുകൾ ഉൾപ്പെടെ 8 വിഭാഗം ആളുകൾ. ഈ 8 ആൾക്കും കൂടിയിട്ട് കൊടുക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഒരു 6,500 രൂപ 8 പേർക്ക് കൊടുത്താൽ ആർക്കും ഒന്നിനും പ്രയോജനപ്പെടുന്നില്ല. അതേ സമയത്ത് പിന്നെ എന്ത് ചെയ്യണം? അയാൾക്ക് ചെയ്യാവുന്നത് സംഘടിതമായ സംരംഭങ്ങൾ ഉണ്ടാവുക. നാട്ടിൽ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട്, മഹല്ല് കേന്ദ്രീകരിച്ചൊക്കെ സക്കാത്ത് സംഘടിതമായിട്ട് സംഭരിച്ച് വിതരണം ചെയ്യുന്ന സംവിധാനം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ നമ്മുടെ തുക തുച്ഛമാണെങ്കിലും അത് അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറേ പേര്, ആ നാട്ടിലെ ആളുകളൊക്കെയും കൊണ്ടുവന്ന് കൊടുക്കുമല്ലോ, എല്ലാവരുടേതും കൂടിച്ചേരുമ്പോൾ അത് വലിയൊരു തുകയാവും. അങ്ങനെ ചില പ്രൊജക്റ്റുകൾ തന്നെ നടപ്പിലാക്കാൻ കഴിയും. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാം, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാം. ഇതുപോലെയൊക്കെയുള്ള പല പദ്ധതികളും, രോഗികൾക്ക് ആശ്വാസം നൽകുന്ന സംവിധാനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല വലിയ പദ്ധതികളും ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിയുന്ന സാഹചര്യം അതിലൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം ഇത്ര 10.5 പവനാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പം കുട്ടികൾ ഇപ്പം 3-4 മക്കളുള്ളൊരു വീട്ടിൽ, അപ്പോൾ ഓരോ മക്കളെടുത്തും നിശ്ചിത സ്വർണം ഉണ്ടെന്ന് കരുതിക്കുക. അപ്പം അത് മൊത്തത്തിൽ തൂക്കിയിട്ടാണോ ഈ 10.5 പവൻ ആക്കേണ്ടത്, അല്ലെങ്കിൽ അത്രയും ഒരാളെടുത്ത് 10.5 പവനം തന്നെ വേണോ? ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ ഒരാൾക്ക് 3 പെൺമക്കളുണ്ടെന്ന് കരുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മകളുടെ അടുത്ത് 4 പവൻ വെച്ച് 3 മക്കൾക്കും സ്വർണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 12 പവനായി, അല്ലേ? എങ്കിൽ ആ 12 പവന് സക്കാത്ത് നൽകേണ്ടതുണ്ടോ ഇല്ലയോ? സ്വർണത്തിൻ്റെ സക്കാത്ത് വേറൊരു വിഷയമാണ്. അപ്പം അതിൽ 10.5 പവൻ ഉണ്ടെങ്കിൽ അതിന് 2.5% സക്കാത്ത് കൊടുക്കണം എന്നാണ് അതിൻ്റെ നിയമം. അപ്പോൾ ഇത് ഈ 4 പവൻ വീതം ഓരോ മക്കൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് സ്വന്തമായിട്ട് കൊടുത്തതാണോ അതല്ല തൽക്കാലം ഉപയോഗിക്കാൻ കൊടുത്തതാണോ എന്നുള്ളതാണ് വിഷയം. ചിലപ്പോൾ അതിൻ്റെ ഉടമ വാപ്പയായിരിക്കാം, അല്ലെങ്കിൽ ഉമ്മയായിരിക്കാം, എന്നിട്ട് മക്കൾക്ക് തൽക്കാലം ഉപയോഗിക്കാൻ കൊടുത്താണ്. അങ്ങനെയാണെങ്കിൽ ഉമ്മ നിർബന്ധമായിട്ടും കൊടുക്കണം. ഉമ്മയുടെ സ്വത്തിൽ പെട്ടതാണല്ലോ, ആ നിലക്ക് ഉമ്മ ആ 12 പവനും സക്കാത്ത് കൊടുക്കണം. അതേസമയം ഒരു മകൾക്ക് 4 പവനേ ഉള്ളൂ,
അങ്ങനെ 3 പേർക്കും കൊടുത്താണ്. 3 പേരുടെയും സ്വന്തമായിട്ട് അവരുടെ ഉടമാവകാശത്തിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 4 പവന് സക്കാത്ത് ഇല്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഉപ്പ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഇപ്പോൾ ചെറിയ മക്കളായിരിക്കുമല്ലോ, അപ്പോൾ കല്യാണം കഴിച്ച് പോകുമ്പോൾ അവർക്ക് സ്വന്തമായിട്ടാണ്. കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ വീട്ടിലുണ്ടാകും, മക്കൾക്ക് കൊടുക്കുമല്ലോ. അത് അവർക്ക് സ്വന്തമായിട്ട് അങ്ങനെ കൊടുക്കുന്നില്ലല്ലോ ഉസ്താദെ. നമ്മൾ പിന്നെ അതിന് കൊടുക്കുന്നു ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കാൻ. അല്ല, ഉപയോഗിക്കാൻ വേണ്ടിയിട്ടില്ല കൊടുക്കുക. അവർക്ക് അവരെന്തെങ്കിലും യൂസ് ചെയ്യുക, നിങ്ങളെ ആവശ്യത്തിന് ഉപയോഗിച്ചോ എന്ന് നമ്മൾ പറയില്ലല്ലോ. നമ്മൾ അത് ആവശ്യം ഉണ്ടാകുമ്പോൾ ചില സമയം വായിച്ചിട്ട് അതെന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പം അത് നമ്മൾ തന്നെയല്ലേ അതിൻ്റെ ഉത്തരവാദി, അവരല്ലല്ലോ. യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ കൊടുക്കുന്നതാണല്ലോ. അപ്പം അതിന് സക്കാത്ത് നമ്മൾ കൊടുക്കണം. അതെ, അങ്ങനെയാണെങ്കിൽ ഉടമസ്ഥാവകാശം നമ്മുടെ കയ്യിൽ തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം. അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ മക്കൾക്ക് കൊടുക്കാറില്ലല്ലോ. അതെ, കല്യാണത്തോടനുബന്ധിച്ചാണ് പൊതുവെ സ്വന്തമായിട്ട് കൊടുക്കുക. അതെ, സ്വർണ്ണം നിനക്ക് ഇത്ര പവൻ എങ്ങനെ തരുന്നു, അല്ലെങ്കിൽ പക്ഷെ അതൊന്നും പൊതുവെ കുടുംബങ്ങൾ ശ്രദ്ധിക്കാറില്ല. അതൊക്കെയാണ് എൻ്റെ ചോദ്യത്തിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിലായാൽ പോലും അതുണ്ട്. അപ്പോൾ അതൊന്നും ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ചോദിച്ചത്. എന്തായാലും ചോദ്യോത്തര സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് ചോദ്യോത്തര സെഗ്മെൻറ്റിലേക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.